ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ആനന്ദം ആനന്ദമാനന്ദമേ സിയോൻ പ്രയാണികൾക്ക് വീടോടടുക്കും തോറും ആനന്ദം ആനന്ദമാനന്ദമേ സിയോൻ പ്രയാണികൾക്ക് വീടോടടുക്കും തോറും നൃത്തം ചെയ്യുവാനും വിലാപം മാറ്റി നൃത്തം ചെയ്യുവാനും വിലാപം മാറ്റി ആനന്ദിച്ചാർക്കുവാൻ രട്ടു നീക്കി നൃത്തം ചെയ്യുവാനും വിലാപം മാറ്റി ആനന്ദിച്ചാർക്കുവാൻ രട്ടു നീക്കി പുരുമോതാൽ നിറഞ്ഞെന്നു പാടിപ്പുകഴ്ത്തിയിടം മണവാളൻ മഹിമകളെണ്ണി എണ്ണി പുരുമോതാൽ നിറഞ്ഞെന്നു പാടിപ്പുകഴ്ത്തിയിടം മണവാളൻ മഹിമകളെണ്ണി എണ്ണി ആനന്ദം ആനന്ദമാനന്ദമേ സിയോൻ പ്രയാണികൾക്ക് വീടോടടുക്കും തോറും ഭൂസംഭവങ്ങൾ ഭയാനകമായി ഭൂസംഭവങ്ങൾ ഭയാനകമായി നിറവേറുന്ന അത്യന്തം കൃത്യമായി ഭൂസംഭവങ്ങൾ ഭയാനകമായി നിറവേറുന്ന അത്യന്തം കൃത്യമായി സ്തോത്രം ഇവയൊക്കെ കാണുമ്പോൾ അരുമമണവാളൻ വരവിനു താമസമേറെയില്ല സ്തോത്രം ഇവയൊക്കെ കാണുമ്പോൾ അരുമമണവാളൻ വരവിനു താമസമേറെയില്ല ആനന്ദം ആനന്ദമാനന്ദമേ സിയോൻ പ്രയാണികൾക്ക് വീടോടടുക്കും തോറും കർത്താവ് ഗംഭീരനാദത്തോടും കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും മഹാദൈവത്തിൻ കാഹളനാദത്തോടും കൂടെ സ്വർഗാദി സ്വർഗത്തിൽ നിന്നു വരും മഹാദൈവത്തിൻ കാഹളനാദത്തോടും കൂടെ സ്വർഗാദി സ്വർഗത്തിൽ നിന്നു വരും ആനന്ദം ആനന്ദമാനന്ദമേ സിയോൻ പ്രയാണികൾക്ക് വീടോടടുക്കും തോറും
പ്രാണപ്രിയനുമായി നിത്യരാജപ്രതാപത്തിൽ വാണിടും നിസ്തുല്യ തേജസ്സേറി. പ്രാണപ്രിയനുമായി നിത്യരാജപ്രതാപത്തിൽ വാണിടും നിസ്തുല്യ തേജസ്സേറി. ആനന്ദം ആനന്ദമാനന്ദമേ സിയോൻ പ്രയാണികൾക്ക് വീടോടടുക്കുന്തോറും. ആനന്ദം ആനന്ദമാനന്ദമേ സിയോൻ പ്രയാണികൾക്ക് വീടോടടുക്കുന്തോറും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടി നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ കർത്താവ് ഒരു അവസരം തന്നിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ആധുനിക യുഗത്തിൽ ശാസ്ത്രം വളർന്നു, മനുഷ്യൻ്റെ സാമ്പത്തിക സ്ഥിതി വളർന്നു, പലവിധമായ പുരോഗതികളിൽ മനുഷ്യജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ ഇന്ന് വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മനുഷ്യജീവിതത്തിലെ അസമാധാനവും അസന്തുഷ്ടിയും. അവൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നത് പോലുള്ള സ്വസ്ഥതയോ സമാധാനമോ അനുഭവിക്കാൻ കഴിയാതെ മനുഷ്യൻ വലഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തവനെ പോലെ, എല്ലാം ഉണ്ടെങ്കിലും ഏതോ നിരാശയും ഭാരവും മനുഷ്യനെ ഭരിക്കുന്നു. ജീവിതത്തിൽ ഒന്നിനും കുറവില്ല, എന്നാൽ ഒരിക്കലും ഒരു സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്താണ് ശാശ്വതമായ സമാധാനമെന്ന് പോലും അനേക മനുഷ്യജീവിതങ്ങളും അറിയുന്നില്ല. എന്തിനോ വേണ്ടി അത്യുത്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യൻ ഈ ഭൂമിയിലെ ഉയർച്ചകൾക്കും ലോകത്തിലെ ഉന്നതമായ സ്ഥാനമാനങ്ങൾക്കും വേണ്ടി മാത്രം അധ്വാനിച്ച് അതിൽ മാത്രം കണ്ണുനട്ട് ജീവിക്കുന്നു. എന്നാൽ മനുഷ്യന് സമാധാനം അനുഭവിക്കാൻ കഴിയുന്നില്ല. എവിടെ നോക്കിയാലും മനുഷ്യ ജീവിതങ്ങളിൽ അസ്വസ്ഥത, കുടുംബങ്ങളിൽ നിന്ന് ഒരു സ്വസ്ഥതയില്ല. കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കൾ ഇന്ന് മക്കളെ ചൊല്ലി വേദനപ്പെട്ടും കരഞ്ഞും കൊണ്ടിരിക്കുകയാണ്. മക്കളുടെ ഭാവി മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന പോലെ ശോഭനമായി തീരാൻ കഴിയുന്നില്ല. കാരണം ഈ ലോകത്തിൻ്റെ പല വഴികളിലും പെട്ട് മക്കളുടെ വിദ്യാഭ്യാസം തീർന്നു പോകുന്നു. അവരുടെ ഭാവി ഇരുളടഞ്ഞു പോകുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും പലവിധമായ ലഹരികൾക്കും അശുദ്ധമായ കൂട്ടുകൾക്കുമെല്ലാം അടിമപ്പെട്ട് യൗവന ജീവിതങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എവിടെ നോക്കിയാലും മനുഷ്യന് അസമാധാനമുള്ളൊരു തലമുറ, സന്തോഷിക്കാൻ കഴിയാത്തൊരു തലമുറ. പ്രിയപ്പെട്ട, എന്താണ് മനുഷ്യന് ശാശ്വതമായ സമാധാനം അനുഭവിക്കാൻ കഴിയാത്തത്? അനേകരും തിരിച്ചറിയുന്നില്ല. 103-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, എവിടെ നിന്നാണ് ദാവീദിന് ഈ സന്തോഷവും സമാധാനവും എല്ലാം കിട്ടിയതെന്ന്. 103-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ദാവീദ് പറയുകയാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ മനസ്സെ നീ നിത്യനായ ദൈവത്തെ വാഴ്ത്തുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ്റെ സർവ്വ അന്തരംഗം, എൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് പൂർണ്ണ ഹൃദയത്തോടെ നിത്യനായ ദൈവത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദാവീദ് പിന്നെയും പറയുകയാണ്, എൻ മനമേ, എൻ്റെ മനസ്സേ, എൻ്റെ ഹൃദയമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദാവീദ് പറയുകയാണ്, ദൈവം ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. മറ്റൊരാളോടല്ല ദാവീദ് പറയുന്നത്, ദാവീദിൻ്റെ ഹൃദയത്തോട് തന്നെ പറയുകയാണ്, എൻ്റെ മനസ്സേ നീ നിത്യനായ ദൈവത്തെ വാഴ്ത്തുക, സ്തുതിക്കുക. അവൻ എനിക്ക് ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾ ഒന്നും ഒരിക്കലും മറന്നു പോകാൻ എനിക്ക് ഇടവരരുത്. ദാവീദ് പറയുകയാണത്, എന്നും ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കണം, അതൊരിക്കലും മറന്നു പോകരുത്. ദൈവം നടത്തിയ വഴികൾ, ദൈവം തന്ന അനുഗ്രഹങ്ങൾ, ദൈവം തന്ന ഉയർച്ചകൾ, ദൈവം തന്ന സമാധാനം. പ്രിയപ്പെട്ടവരെ, ദാവീദിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ അലഞ്ഞുപോയ നാളുകൾ ദാവീദിന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇവിടെ ദാവീദ് പറയുകയാണ്, എൻ്റെ മനസ്സേ നീ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. പ്രിയപ്പെട്ട, മനുഷ്യ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു വികാരമാണ് നന്ദി, അല്ലെങ്കിൽ ഉപകാരം ചെയ്തവനോട് ഒരു കടപ്പാട്, സ്നേഹം. എന്നാൽ മനുഷ്യർ തമ്മിലുള്ള ഉപകാരങ്ങളും ആ നന്ദിയുമെല്ലാം പ്രിയപ്പെട്ടവരെ പലപ്പോഴും കുറെ കാലങ്ങൾ കഴിയുമ്പോൾ അത് മറന്നു പോകുന്നതും അതിന് വിലയില്ലാത്തതായി പോകുന്നതുമാണ് മനുഷ്യ ജീവിതത്തിൽ. എന്നാൽ ഇവിടെ ദാവീദ് പറയുകയാണ്,
അവൻ ചെയ്ത, യഹോവ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. നമ്മെ ദൈവം സഹായിച്ച വഴികള്, ദൈവം നടത്തിയ വഴികള്, ഒന്നുമില്ലായ്മയിൽ ദൈവം ഉയർത്തിയ വഴികള് നാം ഒരിക്കലും മറന്നു പോകരുത്. ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ. ദാവീദ് പറയുകയാണ്, അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. പ്രിയപ്പെട്ട, എന്താണ് ദാവീദ് അങ്ങനെ പറയാൻ കാരണം? ദാവീദിന്റെ ജീവിതത്തില് ദാവീദിന് ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങളാണ് താഴെ ദാവീദ് വർണ്ണിച്ചിരിക്കുന്നത്. വായിക്കാം. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. പ്രിയപ്പെട്ട, ഒന്നാമത് ദാവീദ് പറഞ്ഞിരിക്കുകയാണ് എന്ത്? അവൻ നിത്യനായ ദൈവം നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ ദാവീദ് പറയുകയാണ്, എൻ്റെ അകൃത്യമൊക്കെയും എനിക്ക് മോചിച്ചു തന്ന, എനിക്ക് ക്ഷമിച്ചു തന്ന, എന്നോട് കരുണ കാണിച്ച ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് എൻ്റെ മനസ്സേ, നീ അവനെ എന്നും വാഴ്ത്തുക. അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. വായിക്കാം. നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, പഴയത്തിൽ നാം വായിക്കുന്നുണ്ട്, അവൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. മനുഷ്യ ജീവിതത്തിൽ, എല്ലാവരുടെ ജീവിതത്തിലുമല്ല, പലരുടെയും ജീവിതത്തിൽ ഈ അകൃത്യങ്ങൾ മോചിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ രോഗങ്ങളും മാറുന്ന അനുഭവങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. പാപം ക്ഷമിച്ചു കിട്ടുമ്പോൾ രോഗം മാറുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട, ദാവീദ് പറഞ്ഞതാണ്, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ദൈവമക്കളെ, രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവം. പാപം ക്ഷമിച്ചു കിട്ടുമ്പോൾ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ശാന്തതയും ലഭിക്കുന്ന അനുഭവം. ദൈവത്തിന്റെ സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തില് ഹിസ്കിയാ രാജാവ് തൻ്റെ ജീവിതത്തിൽ വന്ന വലിയൊരു രോഗാവസ്ഥയെയും അതിൽ നിന്ന് മോചനം ലഭിച്ചപ്പോൾ ഹിസ്കിയാവ് പറയുന്നൊരു കാര്യമുണ്ട്. വായിക്കാം. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. ഹിസ്കിയാവ് പറയുകയാണ്, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത്. പ്രിയപ്പെട്ടവനെ, ഹിസ്കിയാ രാജാവിന്റെ ജീവിതത്തിൽ ഏറ്റവും കയ്പേറിയതും ഒരു മനുഷ്യനും കേൾക്കാൻ ആഗ്രഹിക്കാത്തതുമായ കാര്യങ്ങളാണ് കേട്ടത്. എന്ത്? യെശയ്യാ പ്രവാചകൻ വന്ന് ഹിസ്കിയാവിനോട് പറഞ്ഞു, നിന്റെ രോഗം സൗഖ്യമാകുകയില്ല, നീ മരിച്ചു പോകും. അതുകൊണ്ട് നിന്റെ ഗ്രഹകാര്യമൊക്കെയും ക്രമത്തിലാക്കിക്കൊള്ളുക എന്ന്. അതിനെ തുടർന്ന് ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഹിസ്കിയാവിന്റെ ആയുസിനോട് 15 സംവത്സരം കൂട്ടിക്കിട്ടിയിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു കഴിയുമ്പോൾ ഹിസ്കിയാ രാജാവ് പറഞ്ഞ കാര്യമാണ്, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതത്തിൽ വരാവുന്ന കയ്പേറിയ ഏറ്റവും മനുഷ്യൻ ഭയപ്പെടുന്ന ആ മരണം അടുത്തിരിക്കുന്നു എന്നുള്ള ആ കയ്പേറിയ അനുഭവമാണെന്ന്. അത്യന്തം സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചിരിക്കുന്നു. വായിച്ചോ. എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. ഇവിടെ രാജാവ് പറയാണ്, എങ്കിലും എൻ്റെ സകല പാപങ്ങളെയും നീ പുറകോട്ട് മാറ്റിക്കളഞ്ഞത് കൊണ്ട് എനിക്ക് സമാധാനം ലഭിച്ചു, എനിക്ക് രോഗസൗഖ്യം ലഭിച്ചു, എനിക്ക് സന്തോഷം ലഭിച്ചു എന്ന്. ദൈവമക്കളെ, ഹിസ്കിയാ രാജാവ് പറയുകയാണ്, എനിക്ക് രോഗസൗഖ്യം മാത്രമല്ല കിട്ടിയത്, എൻ്റെ സകല പാപങ്ങളെയും നിത്യനായ ദൈവം പുറകിലേക്ക് മാറ്റിക്കളഞ്ഞു എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. ദാവീദ് പറയുകയാണ്, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അത് ശാരീരികമായ ഒരു മരണത്തെയല്ല കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ മനുഷ്യന്റെ നാശമെന്ന് തിരുവചനത്തിൽ എവിടെയെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ? ദൈവമക്കളെ, നാം മനസ്സിലാക്കണമത് ആത്മാവിൻ്റെ നാശമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന നാശം എന്ന് പറയുന്നത് അവൻ്റെ ആത്മാവ് നശിച്ചു പോകുന്ന, നിത്യനാശത്തിലേക്ക് പോകുന്ന അനുഭവമാണ്. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, സന്തുഷ്ട ഹൃദയം ഒരു ഔഷധമാണെന്ന്. വായിക്കാം. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. പ്രിയപ്പെട്ടവരെ,
ആർക്കാണ് ഔഷധം ആവശ്യമുള്ളത്? രോഗിക്കാണ് ഔഷധം ആവശ്യമുള്ളത്. എന്നാൽ തിരുവചനം ഓർപ്പിക്കുകയാണ്, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു എന്ന്. ദൈവമക്കളെ, സമാധാനമുള്ള, സന്തോഷമുള്ള, സ്വച്ഛതയുള്ള, സന്തോഷിക്കുന്ന ഹൃദയം അത് നല്ലൊരു ഔഷധമാണെന്ന്. പ്രിയപ്പെട്ടവരെ, ചിരിക്കാൻ കഴിയുന്നത്, സന്തോഷിക്കാൻ കഴിയുന്നത് ശരീരത്തിൻ്റെ രോഗങ്ങളിൽ നിന്ന് ശരീരത്തെ വിടുവിക്കുന്ന അനുഭവമാണെന്ന്. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. നമുക്കൊരു സന്തുഷ്ടമായ, സമാധാനമുള്ള, സ്വസ്ഥതയുള്ള, എപ്പോഴും ഹൃദയം ദൈവത്തിൽ പതിഞ്ഞിരിക്കുന്ന ഒരു അനുഭവമുണ്ടോ എന്ന്. ദൈവത്തിന് സ്തോത്രം. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ ഈ ലോകത്തിൽ? ഈ ലോകത്തിലേക്ക് നോക്കിയാൽ ദൈവമക്കളെ, പലപ്പോഴും മനുഷ്യന് സന്തോഷിക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. നമ്മുടെ കുടുംബത്തിലേക്കോ, ചുറ്റുപാടുകളിലേക്കോ, നമ്മുടെ ആരോഗ്യത്തിലേക്കോ, സാമ്പത്തിക നിലവാരത്തിലേക്കോ ഒന്നും നോക്കിയാൽ പലപ്പോഴും പലർക്കും സന്തോഷിക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിങ്കലേക്ക് നോക്കണം. 34-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം പറയും, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവമക്കളെ, സന്തോഷിക്കണമെങ്കിൽ, നമുക്ക് ചിരിക്കാൻ കഴിയണമെങ്കിൽ, സന്തുഷ്ടമായ ഹൃദയം ലഭിക്കണമെങ്കിൽ നമ്മുടെ നോട്ടം അവിടെയായിരിക്കണം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നമുക്ക് വായിക്കാം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃത്തം എല്ലാവരും എന്നെ അറിയും. അവർ ആബാലവൃത്തം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും. അവരുടെ പാപം ഇനി ഓർക്കയുമില്ല. അവരുടെ പാപം ഇനി ഓർക്കയുമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കയുമില്ല. ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്, ദൈവം പാപം ക്ഷമിക്കുന്നവനാണ്, അകൃത്യം കണക്കിടാത്തവനാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്കങ്ങനെ പറയാൻ കഴിയുമോ? ദാവീദിനോട് ചേർന്ന് എൻ്റെ അകൃത്യമൊക്കെയും മോചിച്ചു തന്ന ഒരു ദൈവമുണ്ട് എന്ന്. പ്രിയപ്പെട്ട, എല്ലാ രോഗങ്ങൾക്കും സൗഖ്യം വരുമെന്ന് നാം ഒരിക്കലും ചിന്തിക്കേണ്ട. എന്നാൽ പ്രിയപ്പെട്ട, രോഗസൗഖ്യം തരാൻ ദൈവത്തിന് കഴിവുണ്ട് എന്ന് നാം വിശ്വസിക്കണം. ഏത് രോഗവും മാറ്റാൻ, ഏത് അവസ്ഥയിൽ നിന്നും മനുഷ്യനെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നാൽ നാം വിശ്വസിക്കണമെന്ത്? എന്നെ ഈ അവസ്ഥയിൽ നിന്ന് വിടുവിക്കാൻ മതിയായവനാണ് എൻ്റെ ദൈവമെന്ന്. 51-ാം സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം ദൈവമേ നിന്റെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളെയൊക്കെയും മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യങ്ങളെയൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമക്കളെ, ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ, എൻ്റെ അകൃത്യങ്ങളെയൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമക്കളെ, അതൊരിക്കലും കാണാതെ വണ്ണം മായ്ച്ചു കളയണമേ എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ ദൈവം പാപം ക്ഷമിച്ചാലുള്ള അനുഭവം അതാണ്. എന്ത്? അത് ദൈവം പിന്നെ കണക്കിടുന്നില്ല, അത് മായ്ച്ചു കളയുന്ന, സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് ഒരു തിരികല്ല് എറിഞ്ഞു കളയുന്നത് പോലെ എറിഞ്ഞു കളയുന്ന, പുറകോട്ട് മറന്നു കളയുന്നവനാണ് ദൈവം എന്ന്. ഇവിടെ മനുഷ്യൻ ഇന്നും സന്തോഷിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും ദൈവമക്കളെ, നമ്മുടെ പാപങ്ങളെല്ലാം നാം പലപ്പോഴും ഏറ്റുപറഞ്ഞിട്ടുണ്ട്. പാപം ദൈവസന്നിധിയിൽ അനേക സന്ദർഭങ്ങളിൽ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. എന്നാൽ മനുഷ്യന് ഇന്നും ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ല. എന്ത്? ആ പാപം ക്ഷമിച്ചോ? എൻ്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം കഴുകി കിട്ടിയോ? എനിക്ക് ദൈവസന്നിധിയിലേക്ക് ധൈര്യമായ ഒരു പ്രവേശനമുണ്ടോ എന്ന് അനേകർക്ക് ഒരു ഉറപ്പ് ലഭിക്കുന്നില്ല. അതുകൊണ്ട് സന്തോഷിക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ട, ഒന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല എന്ന് പറയും ആത്മീയ ജീവിതത്തിൽ. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, പാപം ജീവിതത്തിൽ പലതും വന്നുപോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പുറത്ത് പറയാൻ കഴിയാത്തത്, പ്രിയപ്പെട്ടവരെ, ഘോരമായത് പലതും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. സത്യമാണ് ദൈവമക്കളെ. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യഥാർത്ഥമായ അനുതാപത്തോടും സമർപ്പണത്തോടും ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തോടും കൂടെ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം പകർന്ന് നമ്മുടെ കുറവുകളെല്ലാം ഇറക്കി വെച്ച് ഇനി ഒരിക്കലും ദൈവമേ ആ പാപത്തിലേക്ക് പോകുകയില്ല എന്നുള്ള തീരുമാനത്തോടെ നാം അനുതാപത്തോടെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ പാപങ്ങളൊന്നും പ്രിയപ്പെട്ടവരെ ദൈവം കണക്കിടുന്നില്ല. അതെല്ലാം ക്ഷമിച്ചിട്ടുണ്ട്, അതെല്ലാം മായ്ച്ചു കിട്ടിയിട്ടുണ്ട്.
അതെല്ലാം കഴുകി കിട്ടിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ നമുക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നെയും പിന്നെയും നമ്മുടെ ഹൃദയം അയ്യോ അത് ക്ഷമിച്ചിട്ടുണ്ടോ, അത് മാഞ്ഞു പോയിട്ടുണ്ടോ, അത് ദൈവം ക്ഷമിച്ചു തന്നോ എന്നുള്ള ഒരു ഉറപ്പില്ലാത്തത് കൊണ്ട് ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആത്മീയ ജീവിതത്തിലോ ഭൗതിക ജീവിതത്തിൽ പോലും പലർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അനുഭവം. ദൈവമക്കളെ എന്നും നാം പാപികളാണെന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് കഴിയേണ്ടവരല്ല. പാപികളായിരുന്നു, നാം പാപത്തിൽ ജീവിച്ചവരായിരുന്നു. എന്നാൽ ദൈവമക്കളെ അവിടെ നിന്നാണ് കർത്താവ് നമ്മെ വീണ്ടെടുത്തത്. നാം ഇന്നും പാപത്തിലാണോ ജീവിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇന്നും പാപിയാണെന്ന് പറഞ്ഞ് നാം നിരാശപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. മനുഷ്യൻ പാപിയായി ജനിച്ചവനാണ്. എന്നാൽ ദൈവമക്കളെ ആ പാപത്തിൽ നിന്ന് നമ്മെ ഉയർത്തുവാനാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ദൈവമക്കളെ ഇന്ന് അനേകർക്ക് മനസ്സിലാകാത്ത വലിയൊരു രഹസ്യമാണത്. കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടിയോ എന്ന്, അത് കഴുകപ്പെട്ടിട്ടുണ്ടോ എന്ന്, അത് ഇന്നും എന്നെ പിന്തുടരുകയാണോ എന്ന്. ദൈവമക്കളെ ഒരിക്കൽ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ അനുതപിച്ച പാപം ദൈവം ക്ഷമിച്ചില്ല എങ്കിൽ പിന്നെ ഈ വേദപുസ്തകം ശരിയാണോ പ്രിയപ്പെട്ടവരെ? ഈ വേദപുസ്തകം അടിസ്ഥാനപ്പെടുത്തിയാണ് ക്രിസ്തീയ ജീവിതം നാം നയിക്കുന്നെങ്കിൽ നാം ഇത് വിശ്വസിച്ചേ മതിയാകൂ പ്രിയപ്പെട്ടവരെ. വിശ്വാസമാണ് ക്രിസ്തീയ ജീവിതം. 1 യോഹന്നാൻ 1:9 നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ തന്റെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം നീതിമാനും വിശ്വസ്തനുമാണെന്ന്. ദൈവം പാപം ക്ഷമിക്കുന്ന കാര്യത്തില് നീതിമാനാണ്, വിശ്വസ്തനാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം നീതിമാനും വിശ്വസ്തനുമാകുന്നു. ദൈവമക്കളെ, ആ ഉറപ്പ് നമുക്കുണ്ടോ? ആ ഉറപ്പില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയുകയില്ല. ഒരിക്കലും നമുക്കൊരു ധൈര്യം ലഭിക്കുകയില്ല. ഒരു കാര്യത്തിലും നമ്മുടെ ഹൃദയം സ്വസ്ഥമായിരിക്കുകയില്ല. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ദാവീദ് രാജാവിനോട് നാഥാൻ പ്രവാചകന്റെ നാവിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിന്റെ പാപം യഹോവ മോചിച്ചിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ട പട്ടണത്തിലേക്കും പാപിനിയായ മറിയോട് കർത്താവ് ശീമോനെ ചൂണ്ടി പറഞ്ഞു, ശീമോനെ, ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന്. ദൈവമക്കളെ, പക്ഷപാതക്കാരനോട് കർത്താവ് പറഞ്ഞു, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, പാപം ക്ഷമിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അകൃത്യങ്ങളെ കണക്കിടാത്തവനാണ് നമ്മുടെ കർത്താവ്. ഇന്നലകളെ മായിച്ചു കളയുന്നവനാണ് നമ്മുടെ കർത്താവ്. ദൈവമക്കളെ, ദൈവം സ്നേഹമാണെന്ന് തിരുവചനത്തിൽ നാം വായിക്കും. ദൈവം കരുണയാണെന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും ഉറപ്പുള്ളവരായിരിക്കണം. എന്ത്? ഇന്നലകളിൽ വന്നുപോയ പാപം അത് ക്ഷമിക്കാനുള്ള വ്യവസ്ഥ എന്താണ് പ്രിയപ്പെട്ടവരെ? 1 അനുതാപം, 2 മാനസാന്തരം. ഇനി ഒരിക്കലും ഞാൻ പാപത്തിലേക്ക് പോവുകയില്ല എന്നുള്ള സമർപ്പണം വേണം പ്രിയപ്പെട്ടവരെ. നമുക്കങ്ങനെ നിൽക്കാൻ കഴിയുമോ? നിങ്ങൾ പലരും ചോദിക്കും, ദൈവമക്കളെ, നമ്മളെ നിർത്തുന്ന ഒരു ആത്മാവുണ്ട്, അതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരു മൺകൂടാരത്തിൽ ഇറങ്ങിയാൽ അവൻ പാപത്തിൽ വീഴുകയില്ല. പാപത്തിന്റെ മേൽ അവന് ജയം ലഭിക്കും. അത് അവന്റെ ശക്തിയല്ല, അവന്റെ ബലമല്ല. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ ദാനമായി നമുക്ക് തന്നിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിനെ. ദൈവമക്കൾ, നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, പാപത്തിന്റെ മേൽ ജയം തരുന്ന, ഈ ലോകത്തിന്റെ മേൽ ജയം തരുന്ന നിന്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിലാക്കണമേ എന്ന്. ദൈവമക്കളെ, ഒരു ജയജീവിതം, ഒരു സ്വസ്ഥതയുള്ള ജീവിതം, ഒരു സമാധാനമുള്ള ജീവിതം, ഭാവിയിലേക്ക് നോക്കി ഒരു പ്രത്യാശയുള്ള ജീവിതമില്ലെങ്കിൽ നമുക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, നാം എന്ത് കൂട്ടായ്മക്കാരായിട്ടാണ് ജീവിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കി. സഹോദര, എൻ്റെ പാപം ക്ഷമിക്കാനാണ് യേശു കുരിശിൽ മരിച്ചത്. ദൈവമക്കളെ, ദാവീദിന് ലഭിച്ച ഒരു ഉറപ്പാണ്. പഴയ നാം പഠിക്കുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിലും ദാവീദിന്റെ കുടുംബത്തിലുമൊക്കെ പല അകൃത്യങ്ങളും, പ്രിയപ്പെട്ടവരെ, പല അനീതികളും എല്ലാം വന്നു. ദാവീദിന്റെ കുടുംബം പ്രിയപ്പെട്ടവരെ ലോകപ്രകാരം നോക്കിയാൽ പല തകർച്ചകളും എല്ലാം വന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ നാം മനസ്സിലാക്കണം, ദാവീദിന്റെ പാപമെല്ലാം ക്ഷമിച്ച് കിട്ടി. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് പഴയ നിയമമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും അനേകർ ഭയപ്പെടുകയാണ്. എന്ത്? ഈ പാപത്തിൻ്റെ എല്ലാം ശിക്ഷയാണോ എൻ്റെ കുടുംബത്തിൽ വന്നിരിക്കുന്നത്? ഞാൻ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയാണോ എന്ന്. ദൈവമക്കളെ, തിരുവചനം നാം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, നമ്മുടെ പാപമെല്ലാം യേശുക്രിസ്തു കുരിശിലേറ്റ്
അവൻ തൻ്റെ ശരീരത്തിലേറ്റ് കാൽവറിയിൽ മരിച്ച് അവൻ്റെ കുറ്റമില്ലാത്ത രക്തം ഈ പാപത്തിന് വേണ്ടി ഒഴുക്കിയിട്ടുണ്ട്. ദൈവത്തിലെ നീ വിശ്വസിച്ചാൽ നിന്റെ പാപമെല്ലാം അവിടെ വെച്ച് മുറിഞ്ഞു പോകും, നിന്റെ ബന്ധനങ്ങളെല്ലാം അവിടെ വെച്ച് അഴിഞ്ഞു പോകും. പിന്നെ നിന്റെ ആ പാപമൊന്നും നിന്റെ മക്കളുടെ മേലേക്ക് വരികയില്ല, നിന്റെ ആ കഴിഞ്ഞ കാലങ്ങളൊന്നും നിന്റെ മക്കളുടെ മേൽ കണക്കിടുകയില്ല. ദൈവമക്കളെ അനേകർ ചിന്തിക്കുന്ന അങ്ങനെയാ. ഒരിക്കലും ഒരു സഹോദരൻ എന്നോട് പറഞ്ഞ പൂർവികമായ ഏതോ ശാപങ്ങളൊക്കെ പിന്തുടരുകയാണെന്ന്. ദൈവമക്കളെ മാനസാന്തരപ്പെടാത്തവരുടെ തലമുറയിൽ പല അനീതികളും പാപങ്ങളും അതിക്രമങ്ങളും എല്ലാം വന്നു കാണും. സത്യമായിരിക്കും പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ തലമുറയിൽ സഹോദര, നീ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ടവനാണെങ്കിൽ അതൊന്നും നിന്നെ തൊടുകയില്ല, അതവിടെ വെച്ച് മുറിഞ്ഞു പോകും. ദൈവമക്കളെ നാം മനസ്സിലാക്കണം. എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് ഇന്ന് അനേകരുടെ ചിന്ത എങ്ങനെയാ? പഴയത് എൻ്റെ അപ്പൻ്റെ കാലത്തെ, എൻ്റെ വലിയപ്പൻ്റെ കാലത്തെ, എൻ്റെ മുൻകാല തലമുറകളുടെ കാലത്തെ അതൊക്കെ എൻ്റെ മേൽ വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെടുമ്പോൾ അതെല്ലാം അവിടെ വെച്ച് മുറിഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, മാനസാന്തരമില്ലെങ്കിൽ ദൈവമക്കളെ നിങ്ങൾ കേട്ടോ, അതൊക്കെ തലമുറയായി കടന്നു വരും. നാം മനസ്സിലാക്കണം. അനേകർക്ക് മനസ്സിലാകാത്ത ഒരു രഹസ്യമാണത്. മാനസാന്തരപ്പെട്ടാൽ കഴിഞ്ഞകാല പിതാക്കന്മാരുടെ പാപങ്ങളോ തലമുറകളുടെ ബന്ധനങ്ങളും ശാപങ്ങളോ അതൊക്കെ അവിടെ വെച്ച് മുറിഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ ഈ തിരുവചനം നാം പഠിക്കുമ്പോൾ അതിലും വലിയൊരു രഹസ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു 50 കൊല്ലം മാനസാന്തര ജീവിതത്തിൽ നയിച്ചിട്ട് 51ാമത്തെ കൊല്ലം പാപത്തിലേക്ക് പോയാൽ ദൈവമക്കളെ നാം മനസ്സിലാക്കണോ, ആ 50 കൊല്ലത്തെ മാനസാന്തര ജീവിതവും ദൈവം കണക്കിടുകയില്ല. ദൈവമക്കളെ, ദൈവവചനം നാം പഠിക്കുമ്പോൾ അങ്ങനെയാണ്. എന്താ പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെട്ടവൻ മാനസാന്തരത്തിൽ ജീവിക്കണം, മാനസാന്തരത്തിൽ മരിക്കണം. ഈ ആത്മീയ ജീവിതത്തിൽ ക്ഷീണവും വാട്ടവും ഒക്കെ പലപ്പോഴും കടന്നു വരാൻ. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 29 മുതൽ നമുക്ക് വായിക്കാം. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ആരാ? നിത്യനായ ദൈവം. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തതിന് ബലം വർദ്ധിപ്പിക്കുന്നു. വായിച്ചോ. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ദൈവമക്കളെ, എൻ്റെ ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ക്ഷീണം വരാം, വാട്ടം വരാം. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം ശക്തി പുതുക്കേണ്ടതാണ്. നമ്മുടെ ആത്മീയ ജീവിതം പുതുകി വരേണ്ടതാണ്. പ്രിയപ്പെട്ട, പുറമേയുള്ള മനുഷ്യന്റെ ആരോഗ്യം ക്ഷയിച്ച് വരും, ദേഹബലം കുറഞ്ഞു വരും. എന്നാൽ ദൈവമക്കളെ നാം മനസ്സിലാക്കണം, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, ശക്തി പുതുക്കാനുള്ള ഒരു കാത്തിരിപ്പും പ്രാർത്ഥനയും ഇന്ന് ദൈവമക്കളുടെ ജീവിതത്തിലുണ്ടോ? ക്രൂസിലേക്കൊരു നോട്ടമുണ്ടോ? പ്രിയപ്പെട്ടവരെ, പുറമേയുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ആത്മീയ ജീവിതത്തിന്റെ പുറമേയുള്ളതിൽ മാത്രമാണ് നമ്മുടെ കണ്ണു പതിഞ്ഞിരിക്കുന്നത്. ഒറ്റയ്ക്ക് സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് ശക്തി കുറഞ്ഞു പോയോ എന്ന്, ശക്തി ക്ഷയിച്ചു പോയോ എന്ന് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ജാഗരിക്കുന്ന, തന്നെ പുതുക്കി സമർപ്പിക്കുന്ന ഒരു ആഴമുള്ള അനുഭവം നമുക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. വായിക്കാം. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ദൈവവചനത്തിൽ മാത്രമാണ് അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഏത്? ശക്തിയെ പുതുക്കുമ്പോൾ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, ഉന്നതങ്ങളിലേക്ക് കയറും. എന്നാൽ പിന്നെ എഴുതിയിരിക്കുന്നത് എന്താ വായിച്ചേ? ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. മക്കളെ, അനേകരും പറയുന്നൊരു കാര്യമുണ്ട്. എന്ത്? എൻ്റെ ആദ്യ സ്നേഹം ചോർന്നു പോയി, ആദ്യ ലഹരി ചോർന്നു പോയി. ദൈവമക്കളെ നാം മനസ്സിലാക്കണം, ആദ്യകാല ലഹരി സഹോദര, അത് സ്വർഗത്തിലെ ദൈവം നിനക്ക് തന്നൊരു ദാനമാണ്. എന്തിനാണെന്നറിയാമോ? ഇങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതമുണ്ടെന്ന് ഇന്നലെ വരെ മദ്യപിച്ച് നടന്ന, വേശ്യാവൃത്തി ചെയ്ത് നടന്ന, കുടുംബകലം ഉണ്ടാക്കി നടന്ന ഒരു മനുഷ്യനെ ദൈവം പഠിപ്പിക്കുകയാണ്, മകനെ, ഇതുപോലൊരു ആത്മീയ ജീവിതമുണ്ട്, യേശു നടത്തുന്ന ഒരു അനുഭവമുണ്ട്, പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമുണ്ട്, ഹൃദയം തുള്ളുന്ന ഒരു അനുഭവമുണ്ട്, നാവിൽ സ്തുതിയുള്ള ഒരു അനുഭവമുണ്ട് എന്ന്. ദൈവമക്കളെ, ഇന്ന് അനേകര് അതെല്ലാം ചോർന്നു പോയി. ദൈവമക്കളെ, ചിറകടിച്ച് പറന്നു കയറും, ക്ഷീണിച്ചു പോകാതെ ഓടും,
തളർന്നു പോകാതെ നടക്കും. ദൈവമക്കളെ, നാം പഠിക്കേണ്ടതാണത്. കഴുകന്മാര്, പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഉയരങ്ങളിൽ പറക്കുന്ന പക്ഷിയാണ് കഴുകൻ. എന്നാൽ വാർദ്ധക്യമാകുമ്പോൾ ചില കാലങ്ങളിൽ അതിൻ്റെ ബലം ക്ഷയിച്ച് അതിൻ്റെ പപ്പുകളെല്ലാം പകുതി മുക്കാലും കൊഴിഞ്ഞു തീരുമ്പോൾ കഴുകന് മനസ്സിലാകും, ഇനി എനിക്ക് പറക്കാൻ കഴിയുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അത് ഉയർന്ന പാറകളുടെ ഇടിവിലേക്ക് കയറിയിരുന്നിട്ട് അതിൻ്റെ ശരീരത്തിലെ ശേഷിപ്പുള്ള പപ്പുകളെല്ലാം അത് ഒന്നൊന്നായി കൊത്തിക്കളഞ്ഞ് കുറേ നാളുകള് ആ പാറയുടെ ഇടുക്കില് അത് ഇരിക്കുമ്പോൾ ദൈവമക്കളെ, അതിൻ്റെ ശരീരത്തില് പോയതായ എല്ലാ തൂവലുകളും വന്ന് അതിന് പഴയതുപോലെ ശക്തി ലഭിച്ച് അത് പിന്നെയും പറന്നു വരുന്നു. ദൈവമക്കളെ, തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. എൻ്റെ ശക്തി ക്ഷയിച്ചു പോയോ എന്ന്, എൻ്റെ ആത്മാവിൻ്റെ ബലം കെട്ടുപോയോ എന്ന്, എൻ്റെ ഹൃദയത്തിൻ്റെ പ്രാഗൽഭ്യം കുറഞ്ഞു പോയോ എന്ന്, യേശുവിനോടുള്ള സ്നേഹം കുറഞ്ഞു പോയോ എന്ന്. ദൈവമക്കളെ, നാം ആരും നിരാശപ്പെട്ടു പോകാനല്ല, പിന്നെയോ നമ്മുടെ ശക്തി കുറഞ്ഞു പോയെങ്കിൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ദൈവമക്കളെ, നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പുതിയ തീരുമാനമെടുക്കാം. കർത്താവേ, എൻ്റെ ശക്തിയെ പുതുക്കണമേ, എൻ്റെ മേലെ നിന്റെ ആത്മാവിനെ പകരണമേ, എന്നെ ആത്മീയ ബലം ധരിപ്പിക്കണമേ എന്ന് ദാവീദ് പറഞ്ഞു. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് നാം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.